Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala ashrafil anbiya'i wal mursaleen wa ala alihi wa sahbihi ajma'in. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന ദേശീയ നേതാക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട മുഴുവൻ ആളുകളിലും അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും സദാ വർഷിക്കുമാറാകട്ടെ എന്നാദ്യമേ ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ജനറൽ അസംബ്ലി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ അടുത്ത് പുത്തനത്താണിയിൽ നടന്നു വരികയായിരുന്നു. നാഷണൽ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാജ്യത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള നേതാക്കന്മാരും പ്രതിനിധികളും കഴിഞ്ഞ 2 ദിവസമായി കോട്ടക്കലിലുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, പോപ്പുലർ ഫ്രണ്ടിനെ സ്നേഹിക്കുന്ന കേരളത്തിലെ അതിൻ്റെ ഗുണകാംക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു അസുലഭമായ അവസരമാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാജ്യത്തെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ദേശീയ സംസ്ഥാന നേതാക്കന്മാരെ ഒരേ സമയം ഒന്നിച്ചു ലഭിക്കുന്നു എന്നത്. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതു സമ്മേളനം സംഘടിപ്പിക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച് സംസാരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന അധ്യക്ഷൻ സഹോദരൻ കരമന അഷ്റഫ് മൗലവി സാഹിബാണ്. ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട ചെയർമാൻ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ EM അബ്ദുറഹിമാൻ സാഹിബാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി സംസാരിക്കുന്നത് പ്രൊഫസർ കോയ സാഹിബ്. മറ്റൊരു പ്രസംഗകൻ നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറി സഹോദരൻ KM ഷരീഫ് സാഹിബ്. ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മൗലാന ഉസ്മാൻ ബാഗ്, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അനീസുസമാൻ. തുടർന്ന് ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിവിധ സംസ്ഥാന പ്രസിഡന്റുമാർ, മുഫ്തി അർഷദ് കാസ്മി, സംസ്ഥാന പ്രസിഡന്റ് മണിപ്പൂർ, AS ഇസ്മായിൽ, സംസ്ഥാന പ്രസിഡന്റ് തമിഴ്നാട്, മൗലാന കലീമുള്ള സിദ്ദീഖി, സംസ്ഥാന പ്രസിഡന്റ് ഡൽഹി, സഹോദരൻ ഇല്യാസ് തുമ്പെ, കർണാടക സംസ്ഥാന പ്രസിഡന്റ്, സഹോദരൻ മുഹമ്മദ് ഷഹാബുദ്ദീൻ, പശ്ചിമ ബംഗാൾ സംസ്ഥാന പ്രസിഡന്റ്, സഹോദരൻ മുഹമ്മദ് ആരിഫ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാന പ്രസിഡന്റ്, സഹോദരൻ മുഹമ്മദ് ഷാഫി, രാജസ്ഥാൻ. ഈ എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ശബ്ദം കേൾക്കുവാൻ, പോപ്പുലർ ഫ്രണ്ടിനെ സ്നേഹിച്ചുകൊണ്ട് അതിന്റെ ശബ്ദം കേൾക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Respected leaders of Popular Front on the dais, സദസ്സിൽ ഹാജരായിട്ടുള്ള പ്രിയ സഹോദരന്മാരെ,
നാട്ടുകാരെ, സഹകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 പതിറ്റാണ്ട് മുമ്പ് മലയാളത്തിൽ തുടങ്ങിയ ചെറിയ ഒരേർപ്പാട് മലയാളത്തിൽ പതുക്കെ മുഴങ്ങിയ ഒരു ചെറിയ ശബ്ദം, അത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ശത്രുക്കളുടെ പദ്ധതികൾ പൊളിച്ചുകൊണ്ട് മർദ്ദിതരിൽ പ്രത്യാശയുടെ കിരണങ്ങൾ ഉതിർത്തിക്കൊണ്ട് ഇന്ന് ഇന്ത്യയുടെ അഷ്ടദിക്കുകളിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളത്തിൽ മുസ്ലിങ്ങളുടെയും മറ്റധസ്ഥിത ജനവിഭാഗങ്ങളുടെയും നവോത്ഥാന ചരിത്രത്തിൽ ഒരു ചെറിയ അധ്യായമായി ആരംഭിച്ച പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻ രൂപമായ NDF എന്ന 3 അക്ഷരം, നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട്. കുറേ വർഷങ്ങൾ കേരളത്തിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ സാമൂഹിക മാറ്റത്തിൻ്റെ പുതിയ രൂപത്തിന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആവശ്യക്കാരുണ്ടായി. ഈ മാതൃക കേട്ടറിഞ്ഞ് ഇവിടെ എത്തി കണ്ടു മനസ്സിലാക്കി തമിഴ്നാട്ടിലും കർണാടകയിലും സമാനമായ സാമൂഹിക പ്രസ്ഥാനങ്ങൾ രൂപമെടുത്തു. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മർദ്ദിതരും പീഡിതരും പാർശ്വവൽകൃതരുമായ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളിൽ വിശപ്പിൻ്റെയും ഭയത്തിൻ്റെയും ചങ്ങലകളിൽ കുടുങ്ങി ജീവിതം ദുസ്സഹമായി തള്ളി നീക്കിയിരുന്ന ദുർബല ജനവിഭാഗങ്ങളിൽ ശാക്തീകരണത്തിൻ്റെ സന്ദേശം ഒരു നിശ്ചയദാർഢ്യമായി, ഒരു തിരിച്ചറിവായി, ഒരു മുന്നേറ്റമായി വളർത്തിയെടുത്തു എന്നതാണ് NDFൻ്റെ സംഭാവന. 1997 കോഴിക്കോട്ട് ദേശീയ മനുഷ്യാവകാശ സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് NDF കേരളത്തിലും ഇന്ത്യയ്ക്കും ആകമാനം അവകാശ പോരാട്ടങ്ങളുടെ ഒരു സന്ദേശം നൽകി. പിന്നീട് 2007 ബാംഗ്ലൂർ നഗരത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1,00,000-ലധികം വരുന്ന ജനങ്ങളെ സാക്ഷി നിർത്തി ഈ തെന്നിന്ത്യൻ പ്രസ്ഥാനത്തിൻ്റെ വടക്കേ ഇന്ത്യയിലേക്കുള്ള പ്രയാണം പ്രഖ്യാപിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിറന്നു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും, ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും, ഈ സമൂഹത്തിലെ എല്ലാ സമുദായങ്ങൾക്കും തുല്യാവകാശങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന പുതിയ ഒരു ഇന്ത്യക്ക് വേണ്ടിയുള്ള പടപ്പുറപ്പാട്, എ ന്യൂ ഇന്ത്യ ഓഫ് ഈക്വൽ റൈറ്റ്സ് ഫോർ ഓൾ ഇന്ത്യൻസ്, എ നയ കാരവൻ ഫോർ എ നയ ഹിന്ദുസ്ഥാൻ. ഒരു പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു പുതിയ യാത്രാസംഘത്തിൻ്റെ പുറപ്പാടിന് 2007 സാക്ഷ്യം വഹിച്ചു. 2 വർഷം പിന്നിട്ടപ്പോൾ ഏത്
കടലോരത്തിൻ്റെ തിരമാലകൾ തീർത്ത സംഗീതത്തിന് കാതോർത്തുകൊണ്ടാണോ ഈ പ്രസ്ഥാനം കോഴിക്കോട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നത്, ഉണ്ടായത്? അതേ അറബിക്കടലിൻ്റെ മണൽത്തരികളെയും തിരമാലകളെയും സാക്ഷി നിർത്തി അറേബ്യൻ സമുദ്രത്തിന് സമാന്തരമായി കടലോരത്ത് 3 ലക്ഷത്തിലധികം ആളുകളുടെ ഒരു മനുഷ്യ മഹാസമുദ്രം തീർത്തുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നവശാക്തീകരണത്തിൻ്റെ പ്രഖ്യാപനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നാഷണൽ പൊളിറ്റിക്കൽ കോൺഫറൻസിലൂടെ പ്രഖ്യാപിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ 10,000-ങ്ങളെയല്ല, അതിലുപരി ആളുകളെ ഡൽഹിയിൽ സംഘടിപ്പിച്ച സാഹചര്യത്തിൽ എന്തായിരുന്നു തലസ്ഥാന നഗരിയിൽ പ്രചരിച്ചിരുന്ന വൃത്താന്തങ്ങൾ? എന്തായിരുന്നു പത്രമാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ എടുത്ത് വിളമ്പിയിരുന്ന കഥകൾ? ഇത് ആതങ്കവാദികളുടെ ഒരു പ്രസ്ഥാനമാകുന്നു. ഇത് തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു സംഘടനയാകുന്നു. ഇത് ദേശവിരുദ്ധ ശക്തികളുടെ രഹസ്യ താവളമാകുന്നു. ഇത് വിദേശങ്ങളിൽ നിന്ന് കള്ളപ്പണവും കള്ളത്തോക്കുകളും ഇറക്കുമതി ചെയ്യുന്ന അതിഭീകര സംഘത്തിൻ്റെ ശൃംഖലയാകുന്നു. ഇത് അധോലോകത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാകുന്നു. എന്തിനധികം ഇത് നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാകുന്നു. ഇങ്ങനെ പ്രതീക്ഷയുടെ ഒരു താവളം തേടി, പ്രത്യാശയുടെ കിരണങ്ങൾ തേടി തങ്ങൾ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനത്തിൻ്റെയും അവഗണനയുടെയും ചൂഷണത്തിൻ്റെയും ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയുവാൻ പോപ്പുലർ ഫ്രണ്ടിൽ പ്രത്യാശ പൂണ്ടുകൊണ്ട് കടന്നു വരുന്ന ജനസാമാന്യത്തെ ഭയപ്പെടുത്തുവാൻ ഈ രാജ്യത്ത് സ്ഥാപിത താൽപ്പര്യക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഏജന്റുമാർ സർക്കാരിലുണ്ട്, അവരുടെ ഏജന്റുമാർ പോലീസിലുണ്ട്, അവരുടെ ഏജന്റുമാർ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലുണ്ട്, അവരുടെ ഏജന്റുമാർ പത്രമാധ്യമങ്ങളിലുണ്ട്, അവരുടെ ഏജന്റുമാർ മതേതര പാർട്ടികളിലുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, അവരുടെ ഏജന്റുമാർ മുസ്ലിം സംഘടനകളിലും മുസ്ലിം പാർട്ടികളിലും അറിഞ്ഞോ അറിയാതെയോ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നത് എക്കാലത്തും ഫാഷിസ്റ്റുകളുടെ തന്ത്രമായിരുന്നു. ആദ്യം ഭയപ്പെടുത്തുന്നു, ഭയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കീഴ്പ്പെടുകയേ നിവൃത്തിയുള്ളൂ. ഈ ഭയത്തിൻ്റെ പുറന്തോട് പൊട്ടിക്കാൻ വേണ്ടിയാണ് 20 വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് രൂപീകരിച്ചതെങ്കിൽ ഈ ഭയത്തിൻ്റെ പുറന്തോട് പൊട്ടിച്ചെറിയുന്ന 10,000-ങ്ങളെ അണിനിരത്തുവാൻ ഈ കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനേക്കാൾ ഭയജനകമായ ഇരുട്ടിൽ കഴിഞ്ഞുകൂടേണ്ടി വരുന്ന, ഇതിനധികം ദുസ്സഹമായ ഈ തടവറകളിൽ, ഭയത്തിൻ്റെ തടവറകളിൽ, വിശപ്പിൻ്റെ തടവറകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ കിഴക്കും വടക്കും പടിഞ്ഞാറുമുള്ള നിരക്ഷരരും നിസ്സഹായരും സാധാരണക്കാരുമായ മുസ്ലിം സഹോദരന്മാരെയും സഹോദരിമാരെയും സംഘടിപ്പിക്കുവാൻ, അവരെ പുരോഗതിയിലേക്കും അവരെ നിർഭയത്വത്തിലേക്കും അവരെ ശാക്തീകരണത്തിൻ്റെ മേഖലയിലേക്കും നയിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ മുന്നേറ്റത്തിൻ്റെ വിത്തുകൾ ഇപ്പോഴും പൂണ്ടുകിടക്കുന്ന ഈ കേരളത്തിൻ്റെ മണൽ പുറങ്ങളിൽ, കേരളത്തിൻ്റെ ഭൂമികളിൽ ഈ പ്രസ്ഥാനത്തെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുവാൻ ഒരു ശക്തിക്കും ഒരു ഏജൻസിക്കും ഒരു പ്രസ്ഥാനത്തിനും ഒരു പാർട്ടിക്കും സാധിക്കുകയില്ല എന്ന് ഒരിക്കൽ കൂടി അനുസ്മരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്നിവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഒത്തൊരുമിച്ച് ഇതാ വരുന്നു തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇന്നും ചില പ്രസ്താവനകളുണ്ട് പത്രത്തിൽ. വിഷമകരമാണ് ആ പത്രം പ്രസ്താവനകൾ എന്ന് വായിക്കുമ്പോൾ. എന്താണ്? ഭരണകൂട ഭീകരതയെ അനുവദിക്കുകയില്ല, മുസ്ലിം സമുദായത്തെ ഭരണകൂടം വേട്ടയാടാൻ സമ്മതിക്കുകയില്ല. ഭീമാപ്പള്ളിയിൽ 6 മുസ്ലിങ്ങൾ വെടിയേറ്റ് മരിച്ചപ്പോൾ അത് ഭീകരതയല്ലേ? എന്ത് നടപടിയെടുത്തു, എന്ത് നിലപാടെടുത്തു?
കാസർഗോഡ് ചില മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നപ്പോൾ അത് ഭരണകൂട ഭീകരതയല്ലേ എന്ന് നിലപാടെടുത്തു. ബാബരി മസ്ജിദ് തകർത്തെറിഞ്ഞപ്പോൾ അത് ഭരണകൂട ഭീകരതയും വർഗീയ ഫാസിസ്റ്റ് ഭീകരതയുമല്ലേ എന്ന് നിലപാടെടുത്തു. ഇന്ത്യയിലും കേരളത്തിലെ വിവിധ സഭകളിലും ധാരാളം കലാപങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന് നിലപാടെടുത്തു. തിരുവനന്തപുരത്ത് മുഹസിൻ അടക്കമുള്ള ആളുകൾ വേട്ടയാടപ്പെട്ടല്ലോ വ്യാജ കാരണങ്ങളുടെ പേരിൽ എന്ന് നിലപാടെടുത്തു. മൂവാറ്റുപുഴ സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ നിരന്തരമായി വേട്ടയാടപ്പെട്ടല്ലോ എന്ന് നിലപാടെടുത്തു. ഒരു നിലപാടും എടുത്തില്ലല്ലോ. ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും വഇൻ യഖൂലു തസ്മഉ ലിഖൗലിഹിം കഅന്നഹും ഖുശ്ബുൻ മുസന്നദ യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം ഹുമുൽ അദു ഫഹ്ദറഹും ഖതലഹുമുല്ലാഹു അന്നാ യുഫകൂൻ. ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ ഇവരുടെ ആകാരവടിവ് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അവരുടെ ചുളുങ്ങാത്ത ആ ഡ്രസ്സുകൾ, അവരുടെ സ്ഥാനമാനങ്ങൾ, അവരുടെ പവർ, അധികാരം, ശക്തി, ഇതൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അള്ളാഹു പറയുന്നു ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും. അങ്ങനെയാണല്ലോ നാം കാണുമ്പോൾ നമുക്ക് തോന്നുകയാണല്ലോ. ഇനി എങ്ങാനും അവർ വായി തുറന്നാലോ, അവരെന്തെങ്കിലും പറയാൻ ശ്രമിച്ചാലോ ഭരണകൂട ഭീകരത അനുവദിക്കുകയില്ല, സാമുദായിക ദുർഭീകരത സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലോ ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും വഇൻ യഖൂലു തസ്മഉ ലിഖൗലിഹിം, അതങ്ങ് ശ്രദ്ധാപൂർവം കേട്ടുപോകും. പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പുറകെ പോയി റിപ്പോർട്ട് ചെയ്യും. ചാനലുകൾക്ക് വലിയ ചർച്ചയാവും. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, മറ്റേ ആൾ പറഞ്ഞു എന്ന്. വഇൻ യഖൂലു തസ്മഉ ലിഖൗലിഹിം, എന്ത് സ്വീകാര്യതയാണ്! പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറഞ്ഞാൽ ആരും കേൾപ്പിക്കുകയില്ല, ആരും കേൾക്കുകയുമില്ല. കാര്യം കൊടിയ തീവ്രവാദമാണ്. അതേസമയം ഇവർ പറയുന്നതോ എല്ലാവരും കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞു വഇൻ യഖൂലു തസ്മഉ ലിഖൗലിഹിം കഅന്നഹും ഖുശ്ബുൻ മുസന്നദ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആളുകൾ നാട്ടിവെക്കപ്പെട്ട തടി മരക്കഷ്ണത്തിന് സമമാണ് എന്നാണ്. ഇവർക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ഖുർആൻ അള്ളാഹു പറയുന്നത്. ഞങ്ങളിതാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. പണ്ഡിതന്മാരോട്, സാധാരണക്കാരോട്, നേതാക്കന്മാരോട് ഞങ്ങൾ പറയുന്നു, ഇതാണ് വേദന. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നെഞ്ചിലേറ്റിയ വേദന. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അരിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറഞ്ഞ ആ വേദന ഇതാ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം. നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. എന്തിനു വേണ്ടി? ഈ മുസ്ലിം ഉമ്മത്തിൻ്റെയും അവഗണിക്കപ്പെടുന്ന പിന്നോക്ക മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി, ശാക്തീകരണത്തിന് വേണ്ടി. അതിനുവേണ്ടി നിങ്ങൾ ഒപ്പമുണ്ടാകണമെന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. എൻ്റെ പ്രിയമുള്ള മുസ്ലിം സഹോദരങ്ങളോട് പറയുന്നത്, നിങ്ങളൊരാവർത്തി ചിന്തിക്കണം, നിങ്ങളൊരാവർത്തി ആലോചിക്കണം. നാം ഇങ്ങനെ നമ്മുടെ രക്തവും നമ്മുടെ ആയുസ്സും പാഴാക്കി കളയണമോ? ഇസ്ലാമിന് വിരുദ്ധമായി ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നവർ നീതിയോ അനീതിയോ നോക്കാതെ അനീതി പ്രവർത്തിക്കുന്ന, അക്രമം പ്രവർത്തിക്കുന്ന ഇത്തരം ആളുകളോട് സഹകരിക്കണമോ? അവരുടെ ചട്ടുകങ്ങളായി നാം നിൽക്കണമോ എന്ന് നാം പരിശോധിക്കണം. ആ തരത്തിൽ ചിന്തിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ മനസ്സിലാക്കാനും അതിനൊപ്പം അണിചേരാനും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട്, ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് ಪರಿಚಯಪಡಿಸೇണ്ട ಆವಶ್ಯಮಿಲ್ಲ. ಒಂದು ಅತ್ಯಂತ ಪ್ರಾಮುಖ್ಯವಾದ ಒಂದು ಘಟ್ಟದಲ್ಲಿ ನಾವಿದ್ದೇವೆ. ಜಗತ್ತಿನ ಅತ್ಯಂತ ದೊಡ್ಡ ಪ್ರಜಾಪ್ರಭುತ್ವ ರಾಷ್ಟ್ರವಾದ ಇಂಡಿಯಾದಲ್ಲಿ ಇಂದು ಭ್ರಷ್ಟಾಚಾರ ಮತ್ತು ಕೋಮುವಾದದ ನೆಲೆಯಲ್ಲಿ ಸರ್ವ ಪಕ್ಷಗಳು ಅಧಿಕಾರವನ್ನು ಪಡೆಯುತ್ತಿರುವಂತಹ ಒಂದು ವಿಭಿನ್ನ, ಒಂದು ದೊಡ್ಡ ವರ್ಗ ನಮ್ಮ ದೇಶದ ಬಡತನದ ಅಂಚಿಗೆ ಹೋಗುತ್ತಾ ಇದ್ದಾರೆ. ಮತ್ತೊಂದು ವರ್ಗ ಕೋಮುವಾದಕ್ಕೆ ಬಲಿಯಾಗುತ್ತಾ ಇದೆ. ಈ ರೀತಿಯಲ್ಲಿ ಜನರನ್ನು ಶೋಷಿಸುತ್ತಾ, ಬಡತನಕ್ಕೆ ತಳ್ಳುತ್ತಾ, ಜನರಲ್ಲಿ ಭಯದ ವಾತಾವರಣವನ್ನು ನಿರ್ಮಿಸುತ್ತಾ ಇರುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ സമാജ ദുർബലമാകുത്താ ಹೋಗುತ್ತೆ. സഹോദരന്മാരെ, ഞാൻ കൂടുതൽ പ്രസംഗിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഒരു സംഭവം നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ നമ്മൾ പല വിഷയങ്ങൾ കേട്ടു. ലവ് ജിഹാദിനെ പറ്റി കേട്ടു. ലവ് ജിഹാദ്, ജിഹാദിനെ സ്നേഹിക്കുക, അതാണല്ലോ ആ വേർഡ് നമ്മളെ അറിയിക്കുന്നത്. നമുക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വരുന്നതിന് മുമ്പ് കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്ന പേരിലായിരുന്നു കർണാടകയിൽ നമ്മൾ പിന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. വലിയ ഒരു റാലി നമ്മൾ നടത്തി. ഒരു മുസ്ലിം സഹോദരനെ നേക്കേഡാക്കി
അതിനെ എതിർത്തുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു അജിറ്റേഷൻ നടത്തി കർണാടകയിൽ. ആ സമയത്ത് വലിയൊരു റാലി ഉണ്ടായി. ആ റാലിയിൽ കുട്ടികൾ ഈ ദർഗയുടെ കൊടി പിടിച്ചിട്ടാണ് ഈ റാലികളിൽ വന്നത്. അന്ന് നമുക്കൊന്നും കൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പത്രക്കാർ അതിന് ഫോട്ടോ എടുത്ത് പാകിസ്ഥാനിൻ്റെ കൊടി പിടിച്ചു റാലി നടത്തി എന്ന് പത്രത്തിൽ ഈ കൊടിയെ ഫോട്ടോ വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് കളർ ഫോട്ടോയിൽ പത്രങ്ങൾ എഴുതി. നമ്മൾ പിറ്റേ ദിവസം ക്ലാരിഫിക്കേഷൻ കൊടുത്ത് പാകിസ്ഥാൻ്റെ കൊടി ഇങ്ങനെയല്ല, അത് കൊടി ഇങ്ങനെയാണ് എന്നതിനെ വിവരിച്ച് അതിൻ്റെ ഓരോരോ നിറം അതിന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു പത്രത്തിൽ തന്നെ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് പാകിസ്ഥാൻ്റെ കൊടി ഏതാണ് എന്ന്. ആ പാകിസ്ഥാൻ്റെ കൊടി അവർ സൂക്ഷിച്ചിരുന്നു. എന്നിട്ട് കർണാടകയുടെ ബിജാപ്പൂർ എന്ന് പറയുന്ന ഒരു ജില്ലയിൽ സിന്ദഗി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പിന്നെ ആ പാകിസ്ഥാൻ്റെ കൊടി ഇങ്ങ് പൊങ്ങി. ആരാണ് ഈ പാകിസ്ഥാൻ്റെ കൊടിയെടുത്ത് നടത്തിയത്? തഹസിൽദാറിൻ്റെ ഒരു ഓഫീസിൻ്റെ നേരിൽ ആ കൊടി നാട്ടിയവർ. ആ കൊടി നാട്ടി ഇത് മുസ്ലിങ്ങളാണ്, പാകിസ്ഥാനിൻ്റെ കൊടി പിടിച്ച് പാകിസ്ഥാൻ്റെ കൊടി നാട്ടുന്നവർ മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയും അവിടെ ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ പദ്ധതി. അവരാരായിരുന്നു? ഈ ലവ് ജിഹാദിനെ പറ്റി കർണാടകയിലും കേരളം പോലെ തന്നെ ഉടനീളം പ്രചരണം നടത്തിയിരുന്ന പ്രമോദ് മുത്താലിക് എന്ന് പറയുന്ന ശ്രീരാമസേനയുടെ ആളുകളാണ്. പ്രമോദ് മുത്താലിക് വീണ്ടും പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറയുന്നു, രാമസേനയല്ല പാകിസ്ഥാന്റെ കൊടി പിടിച്ചത്, RSSന്റെ ആൾക്കാരാണ് എന്ന്. ഇവർക്ക് ഇതാണ് പണിയുള്ളത്. അവരെ നമ്മൾ പരിചയപ്പെടണം. അവർ രാജ്യദ്രോഹികളാണ്. ആ രാജ്യദ്രോഹികൾ ഇവിടെ ഉള്ള കാലത്തോളം ഇവിടെ സമാധാനം ഉണ്ടാവില്ല. അവരെ കൂടെ നിൽക്കുന്നവരെയും നമ്മൾ സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തെ അവസാനിപ്പിക്കുന്നു. आज का दिन हम सबके लिए एक यादगार दिन है, खुसूसन मलबार के मुसलमानों के लिए, हिंदुस्तान के मजलूमीन के लिए, अधिकारों से वंचित वर्गों के लिए आज का दिन बहुत बड़ा दिन है। वारियन कुन्नत्तु कुंज अहमद हाजी की शहादत का दिन है। ये कुंजू अहमद हाजी कौन है? ये एक मलबारी मुसलमान है जो साम्राज्य ताकतों के साथ लड़ाई करते हुए जिसने शहादत का जाम पिया था। दुश्मन इसके शहादत के बाद भी इससे डरता था, इसलिए उसकी मैयत को जला दिया। अगर इसकी मैयत बाकी रहेगी तो मुसलमान फिर खड़े हो जाएंगे। मैं मुबारकबाद देता हूं केरल के मुसलमानों को, स्पेशली मलबार के मुसलमानों को, कि तुमने पूरे हिंदुस्तान के मुसलमानों के अंदर एक गट्स पैदा किया है, एक हिम्मत पैदा की है, एक हौसला पैदा किया है। आज हिंदुस्तान का मुसलमान अपने मौलिक अधिकारों के लिए डिमांड करने के लिए खड़ा हुआ है। उसकी जिंदा मिसाल रामलीला मैदान में सोशल जस्टिस कॉन्फ्रेंस है। सोशल जस्टिस, यहां संविधान था, कॉन्स्टिट्यूशन था। बाबा साहब अंबेडकर ने हिंदुस्तान का संविधान लिखा था, लेकिन मुसलमान डरा हुआ था, मुसलमान को खौफ था। मुसलमानों को दो तरह का खौफ था, एक पुलिस का खौफ, दूसरा गवर्नमेंट का खौफ। इन दोनों खौफ के बीच के अंदर से
हिंदुस्तानी मुसलमानों को, दलितों को, आदिवासियों को बाहर निकाला केरल के मुसलमानों ने, मलबार के मुसलमानों ने, पॉपुलर फ्रंट ऑफ इंडिया ने। मैं हमारे पॉपुलर फ्रंट के तमाम भाइयों का शुक्रगुजार हूं, उन्हें मैं सलाम करता हूं। ಅದನ್ನ ಮರಂ ಒಯ್ರಾಗ ಮಲಬಾರ್ದ ಲೈರಿಬ ನುಂಗ್ಸಿಜರಬ ಐಗೆ ಇಸಿಲಿನಾವ್ ಸಾತ್ರ ನಹರೋಲ್ ಅಹಲ್ಲಮನ್ ಅಮ್ಮದಿ ಪರ್ದಾಗಿ ಮನುಂಗ್ದ ಲೈಬಿರಿಬಿ ಇಮಾ ಐಬೇನ್ ಇಚೆ ಇಚಲ್ ಐಕೋಯ್ ಖುದಿಂಗ್ ಮಕ್ಕಿ ಮಫಮ್ದ ಐನ ಹಾಯ್ಜನಿಂಗಿಬ ಅಮಸುಂಗ್ ಐಗೆ ಮೈಕೈದಿಗೆ ಹಂಬಲ್ ರಿಕ್ವೆಸ್ಟಿ ಐಕೋಯ್ ಖುದಿಂಗ್ ಮಕ್ यूनिटी की दमकता, इत्तिहाद की दमकता, अचुंबगी दमकता, अचुंबगी माइगैदा अमसुंग इंडिया दा लैरिबा फासिज्म असि मुथनंगाई दमकता, अचुंबगी माइगैदा, अचुंबगी दमकता, अचुंबा इनकलाब अमगी दमकता, अचुंबा रिवोल्यूशन अमगी दमकता इंशाअल्लाहुल अजीज आई कोई खुदी मग अमतो ने समिन रसे है वफम से है गाइलो संदरगे वमा अलैना इल्लल बलाग। இந்த அரிய சந்தர்ப்பத்திலே எளிய வார்த்தைகளை கொண்டு நிறைவு செய்ய உள்ளேன். பிரியமானவர்களே, தேசம் என்னும் ஒரு முழு உடலிலே குறிப்பிட்ட பாகங்கள் மட்டும் பழிதடந்த நிலையிலே இந்த தேசத்தில் முஸ்லிம் சமூகம் ஊனப்படுத்தப்பட்டுள்ளன. இந்த சூழ்நிலை இந்தியா முழுவதும் உள்ள முஸ்லிம்கள் பல துறைகளிலும் பல நிலைகளிலும் பாதிக்கப்பட்ட நிலைகளிலே தமிழகத்திலும் இந்த முஸ்லிம் சமூகத்தின் ஒரு அனாதை நிலை தென்பட்டது. எப்படி தேசம் முழுவதும் ஆங்காங்கே முஸ்லிம்கள் பாதிக்கப்படுகின்றார்களோ அதனுடைய ஒரு பகுதியாக தமிழகத்திலும் முஸ்லிம்கள் பாதிப்புக்குள்ளாகி ஆங்காங்கே அவர்கள் சிறையில் நிரப்பப்படுவதும் மனித உரிமை மீறப்படுவதும் இந்த காலகட்டத்தில் அனாதையாக திரிந்த சமூகம். இந்த சமூகம் அனாதையாக இருந்த காலகட்டத்தில் கேரளத்திலே ஒரு சிறு பிறையாக தோன்றிய பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியா இன்று தேசம் முழுவதும் ஒரு முழு நிலவுக்குண்டான ஒரு பயணத்தை தொடர்ந்து கொண்டிருக்கின்றன. अभी दिल्ली के अंदर वहाँ की गलियों में और वहाँ की दीवारों में और वहाँ के लोगों में पॉपुलर फ्रंट ऑफ इंडिया जिंदाबाद की सदाएं गूंज रही हैं। पॉपुलर फ्रंट ऑफ इंडिया इंसान दुश्मन तंजीम नहीं है, इंसान दोस्त तंजीम है, इंसानों से मोहब्बत करने वाली तंजीम है, इंसानों को डेवलपमेंट करने वाली तंजीम है और इंसानों को तक़वियत देने वाली तंजीम है। अज़्म तामीर तो कर मुश्किले तामीर को ना देख। एक पक्का इरादा कि हम इसको जो है अमन वाला मुल्क बनाएंगे, एम्पावरमेंट वाला मुल्क बनाएंगे, ऐसा एक अज़्म लेकर खड़े हुए हैं। तो इनके अंदर अमल भी है, हमारे अंदर अमल काम करते हैं, जो बोलते हैं वो करते हैं। तो इस पर मैं इन अशार पर जो है अपनी बात ख़त्म करता हूँ। किसी के रहमो करम पे जियोगे कितने दिन, किसी के रहमो करम पे जियोगे कितने दिन, अपनी कुव्वत अज़्म व अमल भी पहचानो, अपनी शक्ति, अपनी ताकत और अपना इरादा और अपना अमल भी पहचानो। हयात छीन लो वक्ते रवां के हाथ से, हयात जिंदगी छीन लेना चाहिए, हयात छीन लो वक्ते रवां के हाथों से।
हयात भीख में मिलती नहीं है ए दीवानो। बारकल्लाहु लना व लकुम। ಇಪ್ಪ ಚೊಂದೆಗಿನ ನಯಾ ಕಾರವಾನ್ ನಯಾ ಹಿಂದೂಸ್ತಾನ್ ಚೊಂದೆಂತ ಅಣಿಗುಂ ಅದಿಂಡು ವಸ್ತುಶಃ ಇಡೀ ದೇಶದ ಎಲ್ಲ ಭಾಗತ್ತೂ ನಂಗಿನ್ನು ಕಾಣೋಕು ಸಾಧ್ಯ ಉಂಟು. ഞങ്ങൾ ഇന്ത്യ ദേശത്ത് ഞങ്ങൾ നോക്കുന്നുണ്ടായെങ്കിൽ മുസ്ലിം സമുദായ ഇന്ത്യത്തിൽ കൊടുത്തേക്കെനിക്ക് കൊടുകെ ഞങ്ങൾക്ക് എപ്പത്തും മറക്കോ സാധ്യമില്ല. ഇന്ത്യ ചൊല്ലുന്നത് എല്ലാ ധർമ്മത്തങ്ങ എല്ലാ ಜಾತಿರಂಗ ಎಲ್ಲ ಸಂಸ್ಕೃತಿರಂಗ ಎಲ್ಲ ಭಾಷೆರಂಗ ಜೀವಿಕರಿಕೆ ഒരു ദേശമായിട്ടിക്കರು. ഈ ദേശത്തിൽ ಜಾತಿರ ಮಧ್ಯೆ ವೈಷಮ್ಯ ಬಿತ್ತರಕ್ಕೆ ഒരു ಶಕ್ತಿ ಉಂಡಿಂಡೆ. ಪರಸ್ಪರ ಅಡಿച്ചു മൂന്നുണ്ടും ಮಸ್ಜಿದ್ರ ಧ್ವಂಸ ಹಾಕಿ ಉಂಟು ಪರಸ್ಪರ ಕೋಮುಗಳ ಬ್ಯಾಕರಕ್ಕೆ ഒരു ಷಡ್ಯಂತ್ರಕಾರಿ ಶಕ್ತಿ ಉಂಟು ಇಂಡಿಯಾದಲ್ಲಿ. ಅದರ ವಿರುದ್ಧ ಹೋರಾಟ ಹಾಕುನ್ಗುಂ ಜಾತ್ಯತೀತತೆ ಕೂಡ ನೆಲೆಗೊಳ್ಳೊಣಗುಂ ಇಂದು ಸ್ಪಷ್ಟಮಾയിട്ട് ಬೀದಿಗೆ ಬಂದತ್ತು ಹೋರಾಟ ಹಾಕಿರೋ ಶಕ್ತಿ ಉಂಟಾയെങ്കിൽ ಅದು ಇಂಡಿಯಾದಲ್ಲಿ ಪಾಪ್ಯುಲರ್ ಫ್ರಂಟ್ ಆಫ್ ಇಂಡಿಯಾ ಮಾತ್ರಮೇ. ಇಂಡಿಯಾಕ್ಕೆ ಬ್ರಿಟಿಷ್ನಾಗ ಕೂಡ ಬಂದಪ್ಪ. ಈಸ್ಟ್ ಇಂಡಿಯಾ ಕಂಪನಿ ಚೊಂತಲ್ಲ ஒரு ಕಂಪನಿಯ ಮೂಲಕ ಇಂಡಿಯಾಕ್ಕೆ ಬಂತು. കൂടെ ഇന്ത്യത്തെ സമ്പൂർണ്ണമായിട്ട് ആക്രമണം ആക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ മൊത്തം മുതൽ ഇന്ത്യത്തിൽ ബ്രിട്ടീഷുകളെ വിരുദ്ധ ಹೋರಾಟಕ್ಕೆ ഒരു രാജാവ് ഉണ്ടായെങ്കിൽ 1752 ഇസവിയിൽ പ്ലാസി ചൊಂತುള്ള ഒരു ಜಾಗದಲ್ಲಿ ആയക്കനಕ್ಕೆ ഫൈറ്റ് ബ്രിട്ടീഷും പിന്നെ മുസ്ലിമുകളെ വിരുദ്ധ സിറാജുദ്ദൗലായിട്ടിക്കರು. അതിൽ പിന്നെ 1857 ഇസവിയിൽ നടന്നേക്കിന്റെ മൊത്തം മുതല സിಪಾಯಿ ದಂಗೆ ಸಿಪಾಯಿ ಮಿಟಿನಿ ಪ್ರಥಮ ಸ್ವಾತಂತ್ರ್ಯ ಸಂಗ್ರಾಮ ಅದರ ನೇತೃತ್ವ ಕೊಡ್ತಾலும் ಕೂಡ ಬಹಾದೂರ್ ಶಾ ಜಫರ್ ಅಯಲ್ಪ್ರೆಂಡಿಂಗ್ ಕಾಟಿಕನಿಗಿಂತ ಇಂಡಿಯಾದ ಇತಿಹಾಸ ಬೆಚ್ಚಿತ್ತಲೆ ಬ್ರಿಟಿಷರಂಗಲೆ ಜಂಡುಪಟ ಸೋಬಾಡಿತು ಮೂನಾಮತೆ ಪಟ್ಟ ಶರಣಾಗತಿ ಆವನ್ಗೂ ಒಪ್ಪಾತಕನಿಗಿಂತ ஒரு ರಾಜಾವು ತಂಡೆ ಜಂಡು ಮಕ್ಕಳ ಒತ್ತೆ ಬೆಚ್ಚಿತು ರಾಯತ ಕಾತಕನಿಗಿಂತ ஒரு ರಾಜಾ ಉಂಟಾയെങ്കിൽ ಅದು ಇಂಡಿಯಾದ ದೇಶಪ್ರೇಮಿ ஒரு அரச ஷஹீதாயಕನಿಗಿಂತ ஒரு அரச ಉಂಟಾയെങ്കിൽ হযরত টিপু সুলতান আইটিকর। এই সভায় আমি মনে করি আমাদের পশ্চিমবঙ্গের বিশেষ করে মুর্শিদাবাদ, মালদা, দিনাজপুর আরও কয়েকটা জেলা থেকে অনেকে এসছেন। আমি তাদের কাছে একটা প্রশ্ন করতে চাই, আপনারা এখানে কেন এসছেন? কাজ করতে, ইনকামের জন্য। কিন্তু আপনারা এত দূরে কেন আসলেন? শুধু কেরালা নয়, আমাদের ভারতবর্ষের বিভিন্ন প্রান্তে আমাদের পশ্চিমবঙ্গের বিশেষ করে মুর্শিদাবাদ, মালদা এই এলাকার মানুষ কেন এখানে আসে? আমি জানি আপনাদের আসার সময় আপনাদের বাড়ির মায়েরা, বউয়েরা, ছেলেরা কান্না করে, আপনাদের চোখেও জল আসে, পানি আসে, তবু আপনাদের আসতে হয়। কারণ আমাদের পশ্চিমবঙ্গে কোনো উপায় নেই যেখানে আমরা কাজ করে ভালো দুটো খেতে পড়তে পারবো। আমি এখানে যারা উপস্থিত সেই পশ্চিমবঙ্গের মানুষ তাদেরকে বলবো যে এই পপুলার ফ্রন্ট অফ ইন্ডিয়া আজকে সারা ভারতবর্ষে একটা শক্তিশালী সংগঠনে পরিণত হয়েছে। এই শক্তিশালী সংগঠনকে আপনাদের আরও শক্তিশালী করতে হবে। পশ্চিমবঙ্গে এই সংগঠনকে আরও শক্তিশালী করতে হবে এবং এই শক্তিশালী করার মধ্য দিয়ে আমরা নতুন ভারতবর্ষ গড়ে তুলব, যেখানে আমাদের অধিকার ফিরে পাবো, আমাদের কান্না করতে হবে না, আমাদের অধিকারের মধ্য দিয়ে আমাদের ইজ্জত সম্মান আদায় করতে পারবো। এই আশা ব্যক্ত করে আমি আমার বক্তব্য শেষ করছি। ও আখির দাওয়ানা আলহামদুলিল্লাহ রাব্বিল আলামিন। अस्सलामु अलैकुम। मुस्लिम समाज में बहुत सारी तहरीकों को जन्म दिया, लेकिन बहुत सारी तहरीकें एक तंजीम बनकर कुछ लोगों के हद तक महदूद रह गई। लेकिन ये तंजीम शुरू होकर आज एक अवामी तहरीक बन गई है। हमारी रियासत आंध्र प्रदेश में, जहाँ पर इसका आधा से ज़्यादा हिस्सा दक्कन का है, तारीख गवाह है आसिफ जा दौला की
की हुकूमत में इस खित्ते में अंग्रेज़ों के साथ एक महादा किया, लेकिन इस हिस्से को अंग्रेज़ों का ग़ुलाम बनने नहीं दिया। हिंदुस्तान में जंग आज़ादी हुई और 1957 में जब हिंदुस्तान जश्न आज़ादी मना रहा था, उस वक्त दरअसल हिंदुस्तान दोबारा ग़ुलामी में जा रहा था और उसके फ़ौरन बाद दक्कन रियासत को भी ग़ुलाम बना दिया गया। आप सब जानते हैं 2007 में हैदराबाद में हुए मक्का मस्जिद के बम ब्लास्ट के बाद मुसलमानों के दिलों में एक खौफ और दहशत को तारी कर दिया। लाखों की तादाद में रहने वाले मुसलमानों को डर और खौफ के माहौल में मुब्तला कर दिया। लेकिन जब पॉपुलर फ्रंट के 20 मेंबरान मक्का मस्जिद के सामने आरएसएस के दहशतगर्द होने का ऐलान किया तो पूरी रियासत में एक हलचल मच गई। अल्हम्दुलिल्लाह, सबसे पहले वेरी फर्स्ट आप सभी को बहुत मुबारकबाद मैं देता हूँ कि अल्हम्दुलिल्लाह कि आप उस सरज़मीन हिंद में केरला में मौजूद हैं जहाँ पर अल्लाह ताला ने पहले चुना और फिर अभी चुना। वह अज़तबाकुम, एक मर्तबा जो शुरुआत है हिंदुस्तान की, मालिक बिन दिनार रज़ी अल्लाह ताला अन्हु वो इसी केरला की सरज़मीन में सबसे पहले आए और हिंदुस्तान के अंदर एक सदा बुलंद की। और अभी जो मुसलमानों को इस पूरे हिंदुस्तान के अंदर जिसकी ज़रूरत थी, जिस हौसले के साथ, इज़्ज़त के साथ, अमन के साथ, खुददारी के साथ जीने की जो ज़रूरत थी, अल्लाह ताला ने उस काम को भी इस केरला से ही चुना है, जिसका नाम पॉपुलर फ्रंट ऑफ इंडिया है, जिसका नारा, पॉपुलर फ्रंट का नारा है, हर मजलूम हमारा है। अल्लज़ीना उख़्रिजू मिन दियारिहिम बिग़ैरि हक़्क़िन इल्ला यक़ूलू रब्बुनल्लाह, जिन पर जुल्म किया जा रहा है, किस बिना पर किया जा रहा है, वो सब आप अच्छी तरह से जानते हैं। आज पूरे हिंदुस्तान के अंदर जो माहौल बना हुआ है, उस माहौल के अंदर अल्हम्दुलिल्लाह ऐसे एक लोग, जो 17 लोग इस पूरे हिंदुस्तान के अंदर केरला से रवाना होकर जिन्होंने उस हदीस को समझा कि जो अपने लिए पसंद करो वो अपने भाइयों के लिए पसंद करो, उस इख़्वत के साथ, उस भाईचारे के साथ, उस मैसेज को पूरे हिंदुस्तान के अंदर अल्हम्दुलिल्लाह आज आम कर दिया है। वो संघ परिवार जो आए दिन मक्कारियाँ, बदमाशियाँ, कमबख्तियाँ अपने अंदर रखे हुए हैं, जो मुसलमानों को यहाँ पर फूटे हाल देख नहीं सकता, उनका मुकाबला करने के लिए, हिंदुस्तान के मजलूमों को आज़ादी दिलाने के लिए ये एक तहरीक जिसको अल्लाह ने चुना है, अल्हम्दुलिल्लाह आज पूरे हिंदुस्तान के अंदर दिल्ली में रामलीला मैदान के अंदर ये प्रोग्राम करके कि अल्हम्दुलिल्लाह ये अब साउथ इंडिया की ऑर्गेनाइजेशन नहीं है, ये सिर्फ साउथ इंडिया की ऑर्गेनाइजेशन नहीं है, ये इंडिया की ऑर्गेनाइजेशन है, ये पूरे हिंदुस्तान की ऑर्गेनाइजेशन है, पॉपुलर फ्रंट ऑफ इंडिया। Old, children, youth are standing to guard their rights, given by the Constitution, to guard their rights that should be given to a human being. And then that day I asked someone, my brother, when such kind of historical event we can happen in the Delhi or in the North India. Someone gave me answer that time in the 2009, maybe around 12 year, maybe around 20 year
after 20 years. But the Popular Front of India done within the 2 years. From 2009 to 2011, we have created another history in the Delhi. That the SGC, Social Justice Conference, there was another sea of the human beings. There is no sea, but we have created a sea of the human being in the Ram Lila ground in a historical, the Social Justice Conference, to give the message of the justice, to give the message of the constitutional right that we should enjoy, but we can't enjoy due to this oppressive regime created by this Brahminical Hindutva force. അതിവേഗം ബഹുദൂരം പുരോഗതിയുടെ പുതിയ പുതിയ പടവുകളിലേക്ക് കയറാൻ വെമ്പിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഭാവി അത്യധികം ഇരുണ്ടതാണ് എന്ന ഒരു തോന്നൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരുടെ മനസ്സിൽ മാത്രമല്ല, ഈ നാട്ടിൻ്റെ ഭാവിയിൽ താല്പര്യമുള്ള മിക്കവാറും എല്ലാ നല്ല മനുഷ്യരുടെയും മനസ്സിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ 2 ദിവസം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയാണ്, 258 മുസ്ലിം സഹോദരന്മാരുടെ ലോഗിൻ വിവരങ്ങൾ മാത്രമേ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ളൂ, അവരുടെ ഒരു രഹസ്യങ്ങളും ചോർത്തിയിട്ടില്ല. ഏത് പോലീസുകാരന് പോലും അറിയാം ലോഗിൻ വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇമെയിൽ ഇൻബോക്സിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പാസ്വേഡ് വാങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ പക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ ഉത്കണ്ഠ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അത് വെറും ഇമെയിലാണ്. ആ ഇമെയിലിന് മുമ്പ് മറ്റൊരക്ഷരം ചേർത്തിയാൽ മാത്രമേ ചിലപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഉത്കണ്ഠ ഉണ്ടാവും എന്ന് നമുക്കറിയാൻ പറ്റും. ആളുകളുടെ മതം നോക്കി, ഭാഷ നോക്കി, അവരുടെ സംസാര രീതി നോക്കി, അവരുടെ വസ്ത്രം നോക്കിയിട്ട് അവരെല്ലാവരും കുറ്റവാളികളാണ് എന്ന് പ്രത്യേകമായിട്ട് തീരുമാനിക്കുകയും എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും തിയേറ്ററുകളിലുമൊക്കെ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോഴോ യാത്ര ചെയ്യാൻ വരുമ്പോഴോ ഒക്കെ അവരുടെ നേരെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ തന്ത്രത്തിൻ്റെ എല്ലാവിധ രൂപഭാവങ്ങളോടും കൂടി കേരളത്തിലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ വളരെ മുമ്പ് തന്നെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ഇപ്പം വന്നിരിക്കുന്നത്, മാളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയിരിക്കുന്നത് ചെറിയ ചെറിയ ഞാഞ്ഞൂലുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാളത്തിൻ്റെ ഉള്ളിൽ ഇതിനേക്കാൾ ഭീകരമായ രീതിയിൽ കേരളത്തിൽ 75 ലക്ഷത്തോളം വരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക്, അവരുടെ വ്യക്തിജീവിതത്തിൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള ഒരുക്കങ്ങൾ നമ്മുടെ കേരളത്തിലെ പോലീസ് ഒരുപാട് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല. കണ്ടില്ലേ, SDPIക്കാരെ 2-3 ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തത്? ഉമ്മൻചാണ്ടിക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്തിയെന്നതായിരുന്നു കുറ്റം. ഇത് കേട്ടാത്തൊന്നും രാജ്യം എന്നതിൻ്റെ പര്യായമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് നിങ്ങൾക്ക് തോന്നും. അവരെ അറസ്റ്റ് ചെയ്തു, അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇതേ ഉമ്മൻചാണ്ടി തന്നെ വയനാട്ടിൽ എന്തോ ഒരു യാത്ര പോയപ്പോൾ, ഉമ്മൻചാണ്ടി ഇപ്പം ചില പഴയ കാലത്തെ പുണ്യവാളന്മാരെ പോലെയാണ്. ഇന്ന് കൊല്ലത്ത് കാണുമ്പോൾ, നാളെ രാത്രി തിരുവനന്തപുരത്ത് കാണുമ്പോൾ, മറ്റന്നാൾ രാവിലെ വയനാട്ടിൽ കാണുകയും സകലമാന പൗരന്മാരുടെയും എല്ലാ പ്രശ്നങ്ങളും ഒരു കടലാസിൽ എഴുതി വാങ്ങിയിട്ട് ഏതോ ഒരു മഹാത്ഭുത സിദ്ധികളുള്ള ഒരു പുണ്യവാളിനെ പോലെ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉമ്മൻചാണ്ടി വയനാട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള CPIക്കാർ കരിങ്കൊടി കാട്ടി. അവർക്കെതിരെ ഇതുവരെയും പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല. SDPIക്കാർക്ക് നടപടിയെടുത്തു. അതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് നിയമം നടപ്പിലാക്കുന്നതിൻ്റെ കാര്യത്തിൽ, നമ്മുടെ രാജ്യത്ത് ആളുകളെ പ്രതികളാക്കുകയും പ്രതികളല്ലാതാക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യത്തിലുള്ള വിവേചനത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. SDPIക്കാരെ ഈ നടപടി എടുക്കുന്നതിന് മുമ്പ് 1-2 വർഷങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴയിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. മൂവാറ്റുപുഴയിലെ ഒരു പ്രൊഫസർ പ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായ ഭാഷയിൽ നിന്ദിച്ചപ്പോൾ അതിനെതിരായൊരു പ്രാദേശികമായ ഒരാക്രമണം നടന്നപ്പോൾ അത് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട്
പോപ്പുലർ ഫ്രണ്ടിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന കുരിശ് യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായം പോലും ഇനിയും എഴുതപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പോപ്പുലർ ഫ്രണ്ടുകാരെ മൂക്കിൽ വലിക്കുന്നായിരുന്നു അന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. അന്ന് ഞങ്ങൾ പല സ്ഥലത്തും പറഞ്ഞു, അങ്ങനെ മൂക്കിൽ വലിക്കണമെങ്കിൽ വല്ല ദജ്ജാലറ്റം വരേണ്ടി വരും എന്ന് പറഞ്ഞു. ഖിയാമത്ത് പല അലാമത്തും ഉണ്ടെങ്കിലും ഈ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ അതിൻ്റെ അലാമത്തായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ദജ്ജാൽ ഇതുവരെയും വന്നിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ നിരന്തരമായി എന്തൊക്കെ തന്ത്രങ്ങൾ, സൂത്രങ്ങൾ, നിയമങ്ങൾ, പലതരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അടിച്ചമർത്തുന്നതിന് ശ്രമിച്ചപ്പോൾ നമ്മൾ പോപ്പുലർ ഫ്രണ്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. കാരണം 10-20 വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായപ്പോൾ അന്ന് തീരുമാനിച്ചതാണ് ഈ രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ നിയമവിധേയമായി ജനകീയമായ ചെറുത്തുനിൽപ്പ് ഉണ്ടാക്കിയെടുക്കുകയും നിർഭയരായി ആരെയും ഭയപ്പെടാതെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള അത്യാചാരങ്ങളെയും നേരിടുകയും ചെയ്യുക എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞാനും നിങ്ങളും നമ്മളെപ്പോലെയുള്ള ആയിരക്കണക്കിന് സഹോദരന്മാരും വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് രൂപീകരിച്ചത്. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പറയുന്നത് അങ്ങനെ ഒരു സമുദായ പീഡനം നടത്തുന്നതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ സമ്മതത്തോടു കൂടിയാണ് കേരളത്തിലെ സമുദായങ്ങളെ പീഡിപ്പിക്കുന്നത് എന്ന് ഇവർ തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് അത്തരം പ്രസ്താവനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വളരെ നിർണായകമായ സ്ഥാനം വഹിക്കുന്നു എന്ന് പറയുന്ന ഏതാണ്ട് 10-20 MLA-മാരുള്ള ഈ മുസ്ലിം ലീഗ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ അധികാരം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്നതിനോ തങ്ങളുടെ ഉത്തരവുകൾ അവരെ കൊണ്ട് അനുസരിപ്പിക്കുന്നതിനുള്ള യാതൊരു ശേഷിയുമില്ല എന്ന് നമുക്കറിയാം. മുസ്ലിം ലീഗ് അധ്യക്ഷൻ വേറൊരു തമാശയും കൂടി പറഞ്ഞിട്ടുണ്ട്. 1992 ബാബരി മസ്ജിദ് ധ്വംസനം നടന്നപ്പോൾ കേരളത്തിൽ സമാധാനം നിലനിർത്തുന്നതിന് മുസ്ലിം ലീഗായിരുന്നു കാരണക്കാർ എന്ന്. ഇത് പണ്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ചാണ്ടി എന്നൊരാൾ ചാണ്ടിമുക്കിൽ ബസ് ഇറങ്ങണം എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പ്രസ്താവനയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം 92 ബാബരി മസ്ജിദ് ധ്വംസനം നടന്നപ്പോൾ മുസ്ലിം ലീഗ് ഇല്ലാത്ത മുസ്ലിങ്ങൾ ധാരാളമുള്ള ഒരു സംസ്ഥാനത്തും കലാപം നടന്നിട്ടില്ല. കാരണം എന്താണ്? കലാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങളാണ്. 1992 കേരളത്തിൽ അങ്ങനെ കലാപം നടക്കാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. പ്രാദേശികമായി കലാപം നടത്തുന്നതിന് വന്നിരിക്കുന്ന RSSന്റെ ഗുണ്ടകളെ, ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടികളുടെ ഗുണ്ടകളെ പ്രാദേശികമായി മുസ്ലിം യുവാക്കൾ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ കലാപം ഉണ്ടാകാതിരുന്നത്. അങ്ങനെ തടയുന്ന പ്രദേശങ്ങളിൽ ഒന്നും തന്നെ കലാപം ഉണ്ടാകാറില്ല. അത് തന്നെയാണ് സോഷ്യൽ ജസ്റ്റിസ് കോൺഫറൻസ് കലക്കുന്നതിന് വേണ്ടി ശ്രീരാമസേനയുടെ പ്രവർത്തകന്മാർ അവിടെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇറച്ചിയിൽ മണ്ണ് വീഴുന്ന ഇടപാടാണെന്ന് മനസ്സിലായി. അതാണ് നമ്മൾ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. എന്താ നമ്മൾ പറയുന്നത്? ഭയത്തിൽ നിന്നുള്ള മോചനം നൽകുക എന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഭയത്തിൽ നിന്നുള്ള മോചനം നൽകുന്നതിന് പോപ്പുലർ ഫ്രണ്ട് ചെയ്തിരിക്കുന്ന സംഭാവന മാത്രം മതി ഈ ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ അതിമനോഹരമായ രത്നഖചിതമായ അക്ഷരങ്ങളിൽ രചിക്കപ്പെടുന്ന ഒരു ചരിത്രമായി മാറുന്നതിന്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇപ്പം എന്താ കേരളത്തിൽ അല്ലെങ്കിൽ കർണാടകയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഈ പറയുന്ന ഹിന്ദുത്വവാദികളും ശ്രീരാമസേനക്കാരും അതേപോലുള്ള വിചിത്ര വേഷധാരികളായ ആളുകളും കൂടി എന്തുകൊണ്ടാണ് ആക്രമണം നടത്താത്തത് എന്ന് ചോദിച്ചാൽ ആ ആക്രമണം നടത്തുന്നത് തടയുന്നതിന് ശക്തിയുള്ള, ശേഷിയുള്ള, ആത്മവിശ്വാസമുള്ള, ആച്ചടക്കമുള്ള ഒരു പുതിയ വിഭാഗം വളർന്നു വന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണത്. ആഗസ്റ്റ് 15 വരുമ്പോൾ, ജനുവരി 26 വരുമ്പോൾ ദേശീയ പതാക തലതിരിച്ച് കെട്ടുന്ന ഒരു വാർത്ത, അല്ലെ ദേശീയ പതാകൻ്റെ അടിയിൽ ചൂട്ടുകൊണ്ട് ഒരു തീ കൊടുത്തിട്ടുള്ള വാർത്ത, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത് മുസ്ലിങ്ങൾക്ക് ഈ തരത്തിലുള്ള യാതൊരു മനോരോഗവുമില്ല. ഈ മനോരോഗമുള്ളവർ നാഗപ്പൂരിൽ ആഗസ്റ്റ് 15 വരുമ്പോൾ അവരെ മുക്കോണക്കൊടി മാത്രം ഉയർത്തുന്ന വിഭാഗമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് പുലർന്നില്ലേ? എന്താ ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഇൽഹാമെന്ന് ഞാൻ പറയുന്നത്? ബീജാപ്പൂരിൽ അത് പുലർന്നില്ലേ? ലവ് ജിഹാദിനെ പറ്റി വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർ കാൽമുട്ട് വിറയ്ക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മുഖ്യധാരയിൽ ലയിച്ചു ചേരാനുള്ള അമിതമായ ആവേശം കൊണ്ടോ ഒന്നും മിണ്ടാതെ നിന്നു ലവ് ജിഹാദിന്റെ ക്യാമ്പയിന് കേരളത്തിൽ നടന്നപ്പോൾ.
രാവിലെ വായിക്കുന്ന മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയുള്ള പത്രങ്ങൾ കേരളത്തിലുള്ള മുസ്ലിം ചെറുപ്പക്കാർ ക്യാമ്പസുകളിൽ നല്ല നല്ല കുപ്പായവും മോട്ടോർ സൈക്കിളും ഒക്കെ വാങ്ങിയിട്ട് 5 ലക്ഷം രൂപ കീശയിലിട്ടിട്ട് അവിടെയുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായ പെണ്ണുങ്ങളെ മുഴുവൻ വശീകരിച്ച് കൊണ്ടുപോവുകയും കൊണ്ടുപോയ ഉടനെ തന്നെ എന്താ ചെയ്യുന്നത്, അവരെ ബുർക്ക ഇടിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് ആയുധ പരിശീലനത്തിനായി കയറ്റി അയക്കുകയും ചെയ്യുന്നു എന്ന് മലയാള മനോരമയിലെ ഡെസ്കിലിരുന്നിട്ട് വളരെ ഭാവനാസമ്പന്നന്മാരായ കഥാകൃത്തുക്കൾ 5, 6, 7 ദിവസം പരമ്പര എഴുതിക്കൊണ്ടിരുന്നു. പോപ്പുലർ ഫ്രണ്ടുകാർ മാത്രമാണ് പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയാണ്. പോലീസ് അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടിയില്ല. അങ്ങനെ പോലീസ് ഹൈക്കോടതിയിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റിലൊക്കെ പറഞ്ഞു എവിടെയില്ല സംഗതി. എന്നാലും അങ്ങനെ ഒരു സംശയമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ പോലീസിന്റെ ഭാഷ. നിങ്ങൾക്കറിയാലോ, എൻ്റെ പേരിലുള്ള ഏതോ ഒരു തൃശ്ശൂർക്കാരൻ പിന്നെ കളിത്തോക്ക് ഇറക്കുമതി ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. കളിത്തോക്ക് കോട്ടക്കൽ ഏത് അങ്ങാടിയിൽ ചെന്നാലും ഗൾഫ് മാർക്കറ്റിലൊക്കെ ചെന്നാൽ കിട്ടുന്ന ചൈനീസ് നിർമ്മിതമായ കളിത്തോക്ക് ഇയാൾ കുറച്ചുകൂടി ലാഭം വിചാരിച്ചിട്ട് ദുബായിൽ നിന്ന് കടത്തിയപ്പോൾ കസ്റ്റംസ് പിടിച്ചു. ഉടനെ വന്നില്ലേ മുഖ്യമന്ത്രി, അന്നയാൾ മുഖ്യമന്ത്രിയാണോ പ്രതിപക്ഷ നേതാവാണോ അറിയില്ല, രണ്ടായാലും വിവരക്കേടേ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ തീവ്രവാദികൾ ആയുധശേഖരണം നടത്തുന്നതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണമാണ്. നമ്മൾ വളരെയധികം മതേതരവാദം ശക്തിപ്പെടുത്തേണ്ട ആളുകൾ, നമ്മൾ തീർച്ചയായും ഉത്കണ്ഠാകുലതയോടുകൂടി ജാഗ്രത ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ചെക്കിൻ ബാഗേജ് അല്ല മറ്റേ ബാഗേജ്, കൈ കൊണ്ടുവന്ന ബാഗേജിൽ വെടിയുണ്ടകൾ കണ്ടപ്പോൾ പോലീസ് ഇതുവരെയും അതിൻ്റെ കേസെടുത്തിട്ടുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത്. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞു അതൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. അതാ റേഷ്യൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. മാധ്യമം വാരികക്കെതിരെ 153A പ്രകാരം സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടി വാർത്തകൾ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കാൻ പോകുന്നില്ല എന്നുള്ള മട്ടിൽ മുഖ്യമന്ത്രിയും നമ്മുടെ സമീപവേശത്തെ മന്ത്രി ആര്യാടൻ മുഹമ്മദ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു കൊണ്ടിരിക്കുകയും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേസെടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അതിനെപ്പറ്റി കേസെടുത്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ സമുദായങ്ങൾക്കിടയിൽ വമ്പിച്ച സംശയമുളവാക്കുകയും വമ്പിച്ച സ്പർദ്ധയുളവാക്കുകയും ചെയ്യുന്ന ഈ ലവ് ജിഹാദ് സംബന്ധിച്ച പരമ്പരകൾ പ്രസിദ്ധീകരിച്ച പത്രത്തിനങ്ങൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെയും ആരും എടുത്തിട്ടില്ല. 1992 ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള RSSന്റെ നേതാക്കന്മാർ, BJP നേതാക്കന്മാർ വരെ, BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള LK അദ്വാനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞത് പള്ളി തകർത്തത് എനിക്ക് വളരെയേറെ മനോവേദനയുണ്ടാക്കിയെന്നാണ്. അന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിച്ചിരുന്ന നമ്മുടെ നരസിംഹറാവുവിൻ്റെ കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾ മാപ്പ് പറയുന്നു എന്നാണ്. പക്ഷെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഇപ്പോഴും തങ്ങൾ പിടിച്ച മുയലിന് 5 ചെവിയാണ് ഇപ്പോഴും ഉള്ളത്. ഞങ്ങൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നടന്നത് അവർ അവരുടേതായ ഒരു പ്രത്യേക ലോകത്ത് അവർ വിചാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നു എന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വളരെ ധീരമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇത്തരത്തിലുള്ള ഇൽഹാം ഇനിയും കിട്ടുകയാണെങ്കിൽ വലിയ വലിയ അനുഗ്രഹത്തോടുകൂടി അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനുള്ള യാത്രയിൽ യാതൊരു വിധത്തിലുള്ള ക്ഷീണമോ യാതൊരു വിധത്തിലുള്ള ആലസ്യമോ കൂടാതെ മുമ്പോട്ട് പോവുകയും ചെയ്യും എന്നാണ് ഈ മഹാസമ്മേളനം നമ്മോട് വിളിച്ചു കൂവുന്നത്. ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ എൻ്റെ പ്രസംഗം കേട്ടുന്ന എല്ലാ സഹോദരന്മാർക്കും നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്.